തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോയി, വൈസ് പ്രസിഡന്റ് റോയ് സെബാസ്റ്റ്യൻ, പടയാട്ടിൽ ഫാമിലി ട്രസ്റ്റിൻ്റെ പ്രസിഡന്റും മുൻ മുനിസിപ്പൽ ചെയർമാനായ ശ്രീ പി എ തോമസ്, പടയാട്ടിൽ ഫാമിലി ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീ രാജൻ മാത്യു, ട്രഷറർ ശ്രീ സെബാസ്റ്റ്യൻ പി ആർ സെബാസ്റ്റ്യൻ, പടയാട്ടിൽ ഫാമിലി കുടുംബാംഗങ്ങളെ, പൊതുജനങ്ങളെ, പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇവിടെ നമ്മളൊരു റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ചെയ്യുന്നത്. ഈ റോഡ് എന്ന് പറയുമ്പോൾ ഈ റോഡ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന റോഡാണ്. നമ്മുടെ തോടിനും ഒരു തടസ്സമില്ല, ഗെയിൻ പൈപ്പ് ലൈൻ ഒരു മറ്റൊരു വശത്തെ കൂടെ പോകുന്നുണ്ട്, അതിനും ഒരു തടസ്സമില്ല. അങ്ങനെ ഒന്നിനും തടസ്സമില്ലാതെ പ്രകൃതിക്കും ഒരു ദോഷമില്ലാത്ത രീതിയിൽ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് അത് ഭംഗിയായിട്ട് നടക്കും, വഴി ആളുകൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഭാഗം മൊത്തം ഒരു വികസിച്ച് വരുന്ന ഒരു വലിയൊരു പദ്ധതിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിന് ഏറ്റവും താല്പര്യം എടുത്തത് നമ്മുടെ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ തോമസ് ചേട്ടൻ തന്നെയാണ്. അപ്പോൾ തോമസ് ചേട്ടന് ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഐക്യകണ്ഠേന അതിന് പിന്തുണ കൊടുക്കുകയും അങ്ങനെ ആ കാര്യങ്ങളിലേക്ക് കിടക്കുകയും നിയമപരമായിട്ട് തന്നെ ഈ റോഡ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിവിടെ വന്നത്. കൂടുതൽ കാര്യങ്ങൾ തോമസ് ചേട്ടൻ ഇവിടെ വിശദീകരിക്കും. എനിക്ക് സ്വാഗതം അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കേരളത്തിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിൽ ഒരെണ്ണമാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോയിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെ പേരിലും അങ്കമാലി പടയാട്ടിൽ ഫാമിലി ട്രസ്റ്റിൻ്റെ പേരിലും പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ റോയ് സെബാസ്റ്റ്യൻ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്, ഈ വാർഡിലെ മെമ്പറാണ്, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കുടുംബ സുഹൃത്താണ്. ചെറുപ്പം മുതൽ നമ്മളൊക്കെ ആയിട്ട് ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന റോയ് സെബാസ്റ്റ്യനും ഈ കാര്യങ്ങളോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ ഏറ്റവും അനുകൂലമായിട്ട് നമ്മളോട് സംസാരിക്കുകയും നന്നായിട്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ വൈസ് പ്രസിഡന്റ് റോയ് സെബാസ്റ്റ്യനെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് നമ്മുടെ ആദ്യം സ്വാഗതം പറയുന്നത് അധ്യക്ഷനാണ്. അധ്യക്ഷൻ പിന്നെ നമ്മുടെ കുടുംബനാഥനായതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റിയെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ തോമസ് ചേട്ടൻ നമുക്കറിയാം, തോമസ് ചേട്ടൻ ഏത് കാര്യം ഏറ്റെടുത്താലും അതിൻ്റെ പിറകിൽ വളരെയധികം ശ്രദ്ധ കൊടുത്ത് ബുദ്ധിമുട്ടുകൾ സഹിച്ച് നിയമപരമായിട്ട് ഉദ്യോഗസ്ഥന്മാരെ കണ്ട ഓരോ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ട് ഏത് കാര്യം പുള്ളി ഏറ്റെടുത്താലും പുള്ളി അങ്ങനെ അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോൾ തോമസ് ചേട്ടൻ ഒരു നല്ലൊരു ശ്രമം ഈ ഇങ്ങനെ ഒരു വഴി ഉണ്ടാവാനും ഈ ഭാഗം വികസിക്കാനും ഒക്കെ ഇടവരുത്തുന്നു. ഇദ്ദേഹത്തിന് മുനിസിപ്പൽ ചെയർമാനായിരിക്കുമ്പോൾ ഒരുപാട് വഴികൾ ഉണ്ടാക്കി പരിചയമുള്ളൊരു വ്യക്തിയാണ്. വഴി വരില്ല എന്ന് പലരും വിചാരിച്ചിടത്തൊക്കെ വഴി നിയമപരമായിട്ട് വഴി ഉണ്ടാക്കി നല്ല പരിചയമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തോമസ് ചേട്ടൻ്റെ ഒരു അധ്വാനം ഇതിൻ്റെ പിറകിലുണ്ട്. അദ്ദേഹത്തിന് പടയാട്ടിൽ ഫാമിലി ട്രസ്റ്റിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് നമ്മുടെ സെക്രട്ടറി രാജൻ മാത്യു. രാജൻ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കടമകൾ ട്രസ്റ്റിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, നമ്മുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന രാജൻ മാത്യുവിനെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ പി ആർ സെബാസ്റ്റ്യൻ, നമുക്കറിയാം നമുക്കൊരു പരസ്പര സഹായ നിധിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ട്രസ്റ്റ് നന്നായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ കണിശമായിട്ടും നന്നായിട്ടും സൂക്ഷിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ പി ആർ സെബാസ്റ്റ്യന് നിങ്ങളുടെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇനി നമ്മുടെ ട്രസ്റ്റിലെ അംഗങ്ങൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഇവിടെ നമ്മളെല്ലാവരും, ഞാൻ ഈ പേരെടുത്ത് പറയാൻ പോണില്ല, നമ്മുടെ അപ്പച്ചൻ ചേട്ടൻ നമുക്കറിയാം. അപ്പച്ചൻ ചേട്ടനാണ് നമ്മുടെ ഈ നമുക്കൊരു ഓഫീസ് പണിയാനായിട്ട് സ്ഥലം സൗജന്യമായിട്ട് തരാമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അപ്പച്ചേട്ടൻ്റെ പേര് കൂടി ഞാൻ എടുത്ത് പറയുന്നു. അപ്പച്ചേട്ടൻ്റെ ഒരു ആദ്യ ആശയം കൊണ്ടുവന്നത് തന്നെ അപ്പച്ചേട്ടനാണ്. അപ്പോൾ അപ്പച്ചൻ ചേട്ടൻ്റെ ഒരു വലിയ ഒരു ത്യാഗം ഇതിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ അപ്പച്ചൻ ചേട്ടന് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇനി ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഏതാണ്ട് എൻ്റെ സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. എൻ്റെ ഭാര്യ റീനയുണ്ട്. അപ്പോൾ അങ്ങനെ മോളി ചേച്ചി എന്ത് അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഒത്തുകൂടി ഇങ്ങനെ ഒരു നല്ല പദ്ധതി നിയമപരമായിട്ട് നന്നായിട്ട് വരുന്ന ഒരു കാര്യത്തിലേക്ക് വന്ന നിങ്ങളെല്ലാവരും ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ കൂടുതൽ സംസാരിച്ച് ആരെയും ചെയ്യുന്നില്ല എങ്കിൽ പോലും ഞാൻ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തീർത്തോളാം. ബഹുമാനപ്പെട്ട തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോയി, ബഹുമാനപ്പെട്ട തുറവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നമ്മുടെ വാർഡിൻ്റെ മെമ്പറുമായ റോയ് സെബാസ്റ്റ്യൻ, നമ്മുടെ കുടുംബാംഗവും മർച്ചൻ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റുമായ ജോണി കുര്യാക്കോസ്, പിന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി നമ്മുടെ എല്ലാ വിഷയങ്ങളിലും വളരെ എല്ലാവരുമായി ഒത്തിണങ്ങി ഒരുമിച്ച് വളരെ ബുദ്ധിമുട്ടി കാര്യങ്ങൾ ചെയ്യുന്ന നല്ല ഒരു സെക്രട്ടറി എന്ന നിലയിൽ നമ്മുടെ രാജൻ മാത്യു, നമ്മുടെ നേരത്തെ ജോണി പറഞ്ഞതുപോലെ നമ്മുടെ ട്രഷറർ നമ്മുടെ പരസ്പര സഹായനിധി കൊണ്ടുപോകുന്നതിലും
അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെ വളരെ അച്ചടക്കത്തോടെ വളരെ വിനയത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ട്രഷറർ സെബാസ്റ്റ്യൻ PR, ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെക്കുറിച്ചും ഞാൻ പേരെടുത്ത് പറയുന്നതിൽ അപ്പച്ചൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, യോണി പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പിന്നിൽ ഈ വിഷയത്തിൽ ഒരുപാട് എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത ആളാണ്. അതുപോലെ തന്നെ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഈ വിഷയം ഉണ്ടാകാനും എനിക്ക് കരുത്ത് പകർന്നു തന്ന ജോണിയാണ്. ഓരോ വിഷയങ്ങളിലും നമ്മുടെ ആരെങ്കിലും അഭിപ്രായ പ്രയാസം പറയുമ്പോൾ എന്നോട് പറയും, തോമസേട്ടൻ തളരണ്ട, പോയി പണി നോക്കാൻ പറയും, നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം, ഞാനുണ്ട് പിറകെ എൻ്റെ ഏത് സമയത്ത് വിളിച്ചോ ഞാൻ കൂടെ ഉണ്ട്, എന്തിനും നമുക്കിത് ഉണ്ടാക്കിയേ പറ്റൂ. തോമസേട്ടൻ തളരരുത്, തോമസേട്ടൻ തളരുന്ന ആളല്ല എങ്കിൽ പോലും തളരരുത്. എപ്പോൾ വേണമെങ്കിലും കൂടെ നിന്നുകൊണ്ട് എനിക്ക് എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ പ്രചോദനങ്ങളും എന്നെ അത്ര കണ്ട് സഹായിച്ച ആളാണ് ജോണി. ഇതിലേക്കൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം റോയ് സെബാസ്റ്റ്യൻ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നു. വാർഡ് മെമ്പർ എന്ന നിലയിൽ ഇത് തുറവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശമാണ്. അതവിടെ കൂടെ ഈ വഴി, ഇവിടെ ഈ ലൈൻ, ഇവിടെ ഒരു സ്റ്റേ വയർ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു കൽഭിത്തി ഉണ്ടായിരുന്നു. ഇതെല്ലാം നീക്കിക്കൊണ്ട് ചെയ്യുന്നതിനുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് വേണ്ടി പടയാട്ടിൽ ഫാമിലി ട്രസ്റ്റിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സഹായങ്ങൾ ചെയ്തു തന്ന റോയ് സെബാസ്റ്റ്യൻ, അതുപോലെ തന്നെ റോയ് സെബാസ്റ്റ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിയ നമ്മുടെ പ്രസിഡൻ്റുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ തുറക്കാൻ കഴിഞ്ഞു എന്നത് നമ്മൾ നിയമപരമായാണ് ഇതൊക്കെ തുറന്നിട്ടുള്ളത്. നമ്മൾ പഞ്ചായത്തിനെ സമീപിച്ച് അംഗീകാരം വാങ്ങി, നമ്മൾ PWD സമീപിച്ച് അംഗീകാരം വാങ്ങി, നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിനെ സമീപിച്ച് അംഗീകാരം വാങ്ങി. അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അംഗീകാരത്തോടു കൂടി സ്റ്റേ വയർ നീക്കി, പഞ്ചായത്തിൻ്റെ അംഗീകാരത്തോടു കൂടി PWD അംഗീകാരത്തോടുകൂടി കൽഭിത്തി നീക്കം ചെയ്തു. തുടർന്ന് അങ്ങോട്ട് മുന്നോട്ടുള്ള എല്ലാ പ്രയാണത്തിലും ഇവരുടെയൊക്കെ എല്ലാവരുടെയും നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ പൂർണ്ണമായിട്ടും നമ്മുടെ കൂടെ, എൻ്റെ കൂടെ ഉറച്ചു നിന്ന് എനിക്ക് കരുത്തും ശക്തിയും പകർന്നതിൻ്റെ ഏറ്റവും വലിയ വെളിച്ചമാണ്. ഞാനിത് ഇട്ടേച്ച് പോകാതിരുന്നത്. വളരെയേറെ എന്നെ പിന്നോട്ട് പിടിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ പലരിൽ നിന്നുണ്ടായി നമ്മുടെ പുറത്തു നിന്ന്. പക്ഷേ അതിനൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞത് നമ്മുടെ കമ്മിറ്റി അംഗങ്ങളുടെ സാബു ഉൾപ്പെടെ, ജിസ് ഉൾപ്പെടെ, അങ്ങനെ എല്ലാവരും, പോളി അങ്ങനെ ഉൾപ്പെടെ എല്ലാവരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഡെന്നി ഉൾപ്പെടെ എല്ലാവരും നമ്മളെ വളരെ ശക്തമായി ഈ കാര്യത്തിൽ പ്രചോദനം തരികയും ഒരു മെയ്യാലെ നിന്നുകൊണ്ട് നമ്മളോടൊത്ത് യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നതുകൊണ്ടും നമുക്കിത് ഒരു നിഷ്പ്രയാസം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് പടയാട്ടിൽ ഫാമിലി ട്രസ്റ്റിന് റോഡ്, നമുക്കൊരു ഓഫീസ് പണിയാൻ കാലങ്ങളായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. 23 വർഷമായില്ലേ നമ്മൾ തുടങ്ങിയിട്ട്. ആ കാലം മുതലേ നമ്മളിത് ആരംഭിച്ചതാണ്. ഒരുപക്ഷെ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പടയാട്ടിൽ നമ്മുടെ ഫാദർ അബ്രഹാം പടയാട്ടിലച്ഛനെ ഞാനിപ്പോൾ നിമിഷത്തിൽ ഓർത്തു പോവുകയാണ്. മരണം മൂലം നമ്മളിൽ നിന്നും വേർപെട്ടു പോയെങ്കിലും ഇതുണ്ടാക്കാൻ എനിക്ക് പ്രചോദനം തന്ന, ഇതുണ്ടാക്കാൻ ശക്തമായി എന്നെ സഹായിച്ച നമ്മുടെ ട്രസ്റ്റിൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ് നമ്മുടെ അബ്രഹാം പടയാട്ടിലച്ഛൻ. അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു, സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഡെന്നിയുടെ അമ്മ ഇതുണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങൾ എന്നെ പ്രചോദിപ്പിച്ച ആളാണ്. മേരി ചേച്ചി, ഞാൻ മേരി ചേട്ടത്തിയാരെന്നാണ് വിളിക്കുന്നത്. ഡെന്നിയുടെ അമ്മ അപ്പോൾ പുള്ളിക്കാരത്തി ഒരുപാട് പ്രചോദിപ്പിച്ച ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ സാബുവിൻ്റെ അമ്മ എന്നെ ടൗണിൽ കാണുമ്പോൾ ഓടിച്ചിട്ട് പിടിക്കും. ഞാൻ ടൗണിലുള്ള ഫുൾ ടൈം, എന്നെ ഓടിച്ചിട്ട് പിടിക്കും. എടാ നിൽക്കടാ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ചെല്ലും, നിൽക്കും. നീ എന്ത് തുടങ്ങാത്ത, നിന്നോട് എത്ര നാളായി പറയണം. അപ്പോൾ മേരി ചേട്ടത്തിയാരുണ്ടാവും കൂടെ. നീ നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ തിരക്കായിട്ട് പോയിരിക്കും. അപ്പോൾ അവിടെ നിൽക്കും. അങ്ങനെ സംസാരിച്ച് അവർ രണ്ടുപേരും എന്നെ ഈ ടൗണിൽ കണ്ടപ്പോൾ ഓടിച്ചിട്ട് പിടിക്കും. അങ്ങനെ അവരുടെ പ്രചോദനം ഉണ്ടായി. അബ്രാഹച്ചൻ പലവട്ടം വീട്ടിൽ വന്ന് എന്നെ പ്രചോദിപ്പിച്ചു. അപ്പോഴൊക്കെ ഞാൻ സ്വാഭാവികമായും നമ്മൾ ഒരു ട്രസ്റ്റ് തുടങ്ങാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു വളർച്ച എല്ലാ നിലയിലും ഉണ്ടോ എന്ന് സംശയിച്ചൊക്കെ നിന്നെങ്കിലും ആ വളർച്ചയുടെ പ്രാധാന്യം കാണാൻ കഴിഞ്ഞു. നമ്മളെല്ലാവരും ഒരു കയ്യാലും ഒരു മെയ്യാലും ഒരു മനസ്സാലെ നിന്ന് ട്രസ്റ്റിന് രൂപം കൊടുത്തു. ആ രൂപം കൊടുത്തതിന് ശേഷവും നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിരുന്നു. ജോണി കുര്യാക്കോസിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി എന്തെങ്കിലും ചെയ്യാൻ ഒരുപക്ഷെ ഞാനതിനെതിരെ നിന്ന് അത് വേണോ ജോണി എന്ന് ചോദിച്ചതാണ്. കുറി നമ്മുടെ പരസ്പര സഹായ നിധി തുടങ്ങുന്ന സമയത്ത്, ചിട്ടി തുടങ്ങുന്ന സമയത്ത് ജോണി പറഞ്ഞു, ജോണീനെ പ്രസിഡൻ്റാക്കാൻ ഞാൻ ആളെ വിട്ട് വിളിപ്പിച്ച്, ജോണി നീ പ്രസിഡൻ്റാവ്, ഇതൊന്ന് വളർത്ത് എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന സമയത്ത് ജോണി ഈ ചിട്ടി പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജോണി അത് വേണോ, ഇത് വിളിച്ചുകൊണ്ടായിട്ട് അവസാനം നമുക്ക് തുടങ്ങിയത് അതിനും വലിയ തലവേദനയാവുമെന്ന് ചോദിച്ചു. ചേട്ടൻ അവിടെ ശാന്തമായിരിക്കും, നമുക്ക് 10 രൂപ ഉണ്ടാവണം, ഇതേ മാർക്കുള്ളൂ. ഗെയിൻ പൈപ്പ് ലൈൻ വടക്കേറ്റത്താണ്, നമ്മുടെ റോഡ് തെക്കറ്റാണ്. അപ്പോൾ ഒരു പ്രശ്നവുമില്ല. ചിലരൊക്കെ ആശങ്ക പറയുന്നത് അല്പം കുശുമ്പുണ്ടായിരിക്കാം. എന്തായാലും മനുഷ്യനല്ലേ, കുശുമ്പൊക്കെ ഉണ്ടാവില്ല മനുഷ്യനുള്ള കാലം. അപ്പോൾ അതൊന്നും നമ്മൾ കണക്കിലെടുക്കുന്നില്ല. ഞാൻ ഗെയിൻ പൈപ്പ് ലൈനിൽ തൃപ്പൂണിത്തുറ പോയി
മനു എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടറെ കണ്ടു. അങ്ങേരെ ആളെ വിട്ട് നോക്കി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ആളെ വിട്ട് നോക്കി. അപ്പോൾ അവരൊക്കെ ക്രോസിങ്ങിനെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നമുള്ളൂ. ക്രോസിങ്ങിനിപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഞങ്ങൾക്ക് സ്ഥലം ഉണ്ടായിരുന്നു, ആ സ്ഥലത്തേക്ക് ഞങ്ങളുടെ വഴി ഉണ്ടായിരുന്നു. നിങ്ങൾ ഗെയിൻ പൈപ്പ് ലൈൻ ഇട്ടപ്പോൾ ആ വഴി പരിഗണിക്കാതെ നിങ്ങൾ ലൈൻ ഇട്ടു, അതുകൊണ്ട് നിങ്ങളത് പണിത് തരണം എന്ന് ഞാൻ ഡിമാൻഡ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പണിത് തരുന്നതിന് പ്രശ്നമായിട്ടല്ല, അപ്പോൾ ഞങ്ങൾ പണിത് തന്ന ഡൽഹി വരെ പോയി ഇതിൻ്റെ സാക്ഷനൊക്കെ വിട്ട് വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും, അതിൽ ഭേദം നിങ്ങൾ പണിയാണ് നിങ്ങൾക്ക് ആവശ്യത്തിന്. ഞങ്ങളിപ്പോൾ ഇത് പണിയില്ല എന്ന് പറയുന്നില്ല, പക്ഷേ പണിത് ഒരു സംഗതി നടത്തി വരുമ്പോഴേക്കും ഇവിടെ ആയുസ് കഴിയും, അപ്പോൾ അതുകൊണ്ട് അത് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ സാറൊന്ന് പരിശ്രമിക്കുക, സഹായിക്കുക, അയാളൊക്കെ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആ കാര്യത്തിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സഹായം കൊണ്ടും എല്ലാവരുടെയും നിർലോഭമായ പിന്തുണ കൊണ്ടും ഒക്കെ, നിങ്ങളുടെ ഒക്കെ പിന്തുണ കൊണ്ടും നമുക്കുണ്ടായിട്ടുള്ള ട്രസ്റ്റിനെ എത്രയും വേഗം പടുത്തുയർത്തിയെടുക്കണം. അതിന് ഈ സാമ്പത്തികമായി നമ്മൾ വളരെ സ്ഥലം നമ്മൾ വാങ്ങിയിരിക്കുന്നത് അപ്പച്ചൻ വളരെ ക്രിയാത്മകമായി തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. 7 സെൻറ്റ് സ്ഥലമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ 2 സെൻറ്റ് ഫ്രീ നമുക്ക് തരുന്നുണ്ട്. ബാക്കി വരുന്ന 5 സെൻറ്റിന് 5 ലക്ഷം രൂപയാണ് വില കൊടുക്കുന്നത്. അതിൽ 10 ലക്ഷം രൂപ നമ്മൾ ഭൂമിക്ക് കൊടുക്കണം. 2 സെൻറ്റ് ഫ്രീ ഉണ്ട്. 7 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് തന്നത്. അപ്പോഴാണ് നമുക്കൊരു പൊതുയോഗം കൂടാൻ സ്ഥലം ഉണ്ടാകുന്നത്. 7, 4, 28, 3000 സ്ക്വയർ ഫീറ്റ് വരും. നമുക്ക് എത്ര വലിയ പൊതുയോഗം അതിൻ്റെ ഉള്ളിൽ കൂടാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ചെറിയ ചെറിയ പരിപാടികൾ, മാമോദിശ, ചെറിയ ചടങ്ങുകൾ എല്ലാം നമുക്കവിടെ നടത്താൻ കഴിയും. നമുക്കൊരു ചെറിയ വാടക മേടിച്ച് നമുക്കവിടെ നടത്താൻ കഴിയും. അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് വരുന്നവർക്ക് നമുക്ക് ന്യായമായ വാടക മേടിച്ച് അവർക്കും കൊടുക്കാൻ കഴിയും. സ്വാഭാവികമായി ഈ പ്രദേശം മുഴുക്കനും നല്ല പാർക്ക് പോലെ ആണ് കിടക്കുന്നത്. നല്ല അതിൻ്റെ മുകളിൽ വാട്ടറിന് മുഖം, പാർക്കിന് മുഖം, നമുക്ക് പറ്റിയാൽ പൈസയ്ക്ക് നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ചുണ്ടായാൽ ഒരു സ്വിമ്മിംഗ് പൂള്, നമുക്കൊരു മീൻകുളം, അതിൻ്റെ അടിയിൽ ഒരു മീൻകുളം ഉണ്ടാക്കാൻ കഴിയും. വെള്ളം വർഷക്കാലത്ത് ആ കുളത്തിൽ കൂടെ വെള്ളം കൂടെ പുറത്തോട്ട് പോകും ഫിൽറ്റർ ചെയ്ത്. അപ്പോൾ ഒരു മീൻകുളമായി നമ്മുടെ ഹോളിൻ്റെ ഫ്രണ്ടിൽ മീൻകുളം, പാർക്ക്, വാട്ടർ മുഖം തുടങ്ങിയുള്ള എല്ലാ സൗകര്യങ്ങളും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഈ പാർക്കിംഗ് സൗകര്യം ഒരു പുറമ്പോക്കാണ്. അത് സ്വിച്ച് ഓഫ്, ഈ ഗെയിൻ പൈപ്പ് ലൈൻ തള്ളിക്കളഞ്ഞേക്കുന്ന സ്ഥലമാണ്. നമുക്കിവിടെ ഒരു ചെറിയൊരു കലങ്ക് ഇവിടെ പണിയാൻ പ്രസിഡൻറ്റും വാർഡ് മെമ്പറും കൂടി അനുഗ്രഹിച്ചാൽ ഒരു ചെറിയ 4 സ്ലാബിട്ടൊരു കലങ്ക് പണിതാൽ ആ പൈപ്പൊക്കെ വെട്ടിക്കളഞ്ഞ് ഒരു 10-20 കാർ അവിടെ പാർക്ക് ചെയ്യാം, 10-20 കാർ ഇവിടെ പാർക്ക് ചെയ്യാം. എല്ലാത്തിനും സൂട്ടബിളായ പടയാട്ടിൽ ഫാമിലിയുടെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു യജ്ഞം നടത്താൻ, ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ കഴിഞ്ഞതിൽ അതിയായ കൃതാർത്ഥതയുണ്ട്. നിങ്ങൾ ചെയ്ത സ്നേഹത്തിനും വാത്സല്യത്തിനും നന്ദി പറയുന്നു. കൂടുതലായിട്ടുണ്ട് ഈ പടയാട്ടി കുടുംബത്തിൻ്റെ ഈ റോഡിൻ്റെ ഉദ്ഘാടനത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ വികസന സ്വപ്നം എന്ന് പറയുന്നത് പുതിയൊരു ഓഫീസ് കെട്ടിടം, അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്താനും അതിൽ പങ്കുചേരാനും ഞങ്ങൾക്കും സാധിക്കട്ടെ. നിങ്ങളുടെ ഒപ്പം തുറവൂർ ഗ്രാമപഞ്ചായത്ത് ഉണ്ടാവുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുന്നു. ഞാനും കളിയും കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ്. ഞങ്ങളിൽ ഒരു 50ഓളം കുടുംബങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ പുറമ്പോക്ക് ഇടമലയാറിൻ്റെ പുറമ്പോക്ക് സ്ഥലം, അതായത് നമ്മൾ സെൻറ്റ് ആൻസ് പബ്ലിക് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു 10ാം വാർഷികത്തിൽ 10 തൈ നട്ട് അതിന് ചുറ്റും റിങ് വാർത്ത് അതിനുള്ള സ്ഥലങ്ങളിൽ പുല്ല് നട്ട് അതുപോലെ തന്നെ ചെടികളൊക്കെ വെച്ച് ശരിക്കും ഒരു 2 ബെഞ്ചും കൂടെ കിട്ടി കഴിഞ്ഞാൽ ശരിക്കും ഒരു പാർക്ക് പോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പുറമ്പോക്കാണെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ അനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് നേതൃത്വം നൽകാനായിട്ട് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പ്രദേശം നമ്മൾ ഒക്കെ നല്ലൊരു വികസനത്തിൻ്റെ ഒരു മേഖലയാക്കി മാറ്റാനായിട്ട് വാർഡ് മെമ്പർ ആയാലും ഒപ്പം ഉണ്ടാവും. നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ റോയ് സെബാസ്റ്റ്യൻ. ഞാനും പല കാര്യങ്ങളും ഉപദേശം തേടുന്ന ഒരാളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കാത്ത ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാനും വൈസ് പ്രസിഡന്റും പടയാട്ടി കുടുംബത്തിൻ്റെ ഒപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ഞാൻ ഈ യോഗം ഉദ്ഘാടനം നിർവഹിക്കും. ഞാൻ പേരെടുത്താരെ അഭിസംബോധന ചെയ്ത സമയങ്ങളൊന്നുമില്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അഭിപ്രായത്തിൽ അങ്കമാലി മേഖലയിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളെല്ലാം അടങ്ങുന്ന ഒരു ഫാമിലി ട്രസ്റ്റാണ് പടയാട്ടി ഫാമിലി ട്രസ്റ്റ്. വളരെ നേരത്തെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓഫീസിംഗ് അതൊക്കെ ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. കാരണം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ വലിപ്പവും അവിടെ സ്ഥാനങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ പണ്ട് ചെയ്യേണ്ടതായിരുന്നു. എന്നാലും പക്ഷേ എന്നെ ഈ ഒരു കാര്യത്തിൽ എന്നെ തോമസേട്ടൻ സമീപിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇനിയും ഒരു 3-4 മാസം എടുത്ത് നടക്കുകയായിരിക്കുള്ളൂ എന്ന് ചിന്തിച്ച കാര്യമാണ്. തോമസേട്ടൻ പഞ്ചായത്തിൽ നിന്ന് ലെറ്റർ കിട്ടുന്ന താമസം പിറ്റേ ദിവസം ആൾ ഇത് റെഡി 1, 2, 3 ഇത് മാറ്റാൻ സംഭവമായിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് അപ്പം മനസ്സിലായി. കാരണം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നേതൃത്വം നിങ്ങളുടെ പടയാട്ടി ഫാമിലി അസോസിയേഷൻ ഉണ്ട്. ഇനി ഒന്നുമില്ല, ഒരു അംഗങ്ങളുടെ സപ്പോർട്ടോടെ ആൾക്ക് കെട്ടിക്കുമ്പോൾ ആൾ ഉദ്ദേശിച്ച പോലെ ഈ പറഞ്ഞ എന്നിട്ട് നിങ്ങളുടെ ഒരു ഓഫീസും വരും. നിങ്ങളുടെ മനസ്സിലുള്ള പോലെ തന്നെ ഈ ഭാഗം ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്ത് പലപ്പോഴും
പല പ്രവൃത്തികളും നടക്കുന്നത് ജനങ്ങൾ ഈ മയക്കുമരുന്നിൻ്റെ കച്ചവടം നടക്കുന്നുണ്ടെന്ന് കേട്ടെ. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ നിങ്ങളുടെ അസോസിയേഷനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും വലിയൊരു കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ഫ്രണ്ടായിട്ട് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഒരു പാർക്ക് പോലുള്ള സാധനം കിട്ടുകയാണെങ്കിൽ അതും വളരെ നല്ലതായിരിക്കും. അങ്കമാലി നല്ല ടൈറ്റായി കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു സന്ദർഭത്തിൽ ഒരു 10 മിനിറ്റ് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമായിട്ട് ഇത് മാറ്റാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടായിരിക്കുന്ന ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ ഭാവവും നേരുന്നു. ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. ഇവരെല്ലാവരും നമുക്ക് ഒത്തൊരുമിച്ച് നമുക്ക് ഈ കാര്യം ആദ്യമേ തൊട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയെങ്കിലും ഈ സ്ഥലം കിട്ടാനായിരുന്നു ഒരു പ്രയാസം. അത് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ പുരോഗമനം, അത് തൊറൂർ പഞ്ചായത്തിൽ വളരെയേറെ പുരോഗമനമുണ്ട്. അത് ഇന്നലെ കൂടി ഞങ്ങളുടെ വഴിയിൽ 2 ഹൈമാസ്റ്റാണ് ഉദ്ഘാടനമായിരുന്നത്. അതൊരു ഓണസമ്മാനമായിട്ട് ഈ തൊറൂർ ഗ്രാമ പുരോഗമനത്തിൻ്റെ ഒരു ഭാഗമാണ് അത്. അങ്ങനെ തൊറൂർ പഞ്ചായത്ത് നമ്മളുടെ കൂടെയാണെങ്കിൽ നമ്മൾ പടയാട്ടി ട്രസ്റ്റ് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രയത്നിക്കുമെന്ന് ഞങ്ങൾ വാക്ക് തരുന്നു. നമ്മുടെ ട്രസ്റ്റിൻ്റെ ഒരു ക്ലൈമറ്റ് നമ്മളിപ്പോൾ കാണുകയാണ്. പൊടിമഴ പെയ്തു, ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണത്. വർഷങ്ങളായി നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം നമ്മൾ ഫലത്തിലേക്ക് വരികയാണ്. ഈ പ്രദേശം വന്ന് കാണുമ്പോൾ വളരെ പ്രകൃതി രമണീയമായ ഈ ഒരു സ്ഥലം നമ്മുടെ ട്രസ്റ്റിന് നമുക്ക് അനുയോജ്യമായ സ്ഥലം നമുക്ക് ലഭിച്ചു. കൂടാതെ നമ്മുടെ ഈ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല ഈ നാടിനും ഈ ഭാഗം പ്രയോജനപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പ്രകൃതി മനോഹരമായ ഈ ഒരു സ്ഥലത്ത് പഞ്ചായത്ത് വിചാരിച്ചാൽ വേണമെങ്കിൽ ഒരു ഓപ്പൺ ഫിറ്റ്നസ് സെൻ്ററും അതുപോലത്തെ സ്വിമ്മിംഗ് പൂളും അതിനോടനുബന്ധിച്ച് ഈ വാർഡിൻ്റെ പ്രമുഖമായ കാര്യങ്ങളും ഈ പ്രദേശത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. നല്ല പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത്. ഇതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. വളരെ നന്ദി. മാസേട്ടൻ്റെ ആ പരിശ്രമമാണ്. അതായത് അദ്ദേഹം നിങ്ങളെയൊക്കെ അറിയിച്ചു, നിങ്ങളത് കൈക്കൊണ്ടു ഇവിടെ വന്നു. തോമാസേട്ടൻ പരസ്യമായിട്ടാണ് ആ പറഞ്ഞത്. ഒരു കാര്യവും ഇതിൽ മറച്ചു വെച്ചിട്ടില്ല കേട്ടോ. തോമാസേട്ടൻ പറഞ്ഞതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യൂല, ഇന്നത് തീരുമാനിച്ചിരിക്കണം. തോമാസേട്ടൻ്റെ കഴിവുകൾ ഞാൻ പലരും പറഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഞാൻ അതിലേക്ക് കടക്കണില്ല. ഞാൻ പറഞ്ഞതുപോലെ ഞാനാണ് ഫസ്റ്റിൽ തോമാസേട്ടനെ ഈ വഴി കാണിച്ചു കൊടുത്തത്. ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അത് ചുമ്മാ ഓടിച്ചെന്ന് പറഞ്ഞതല്ല. പലരും പല സ്ഥലത്തുനിന്ന് ഞങ്ങൾ സ്ഥലം നോക്കി, എങ്ങും കിട്ടാണ്ട് വന്നപ്പോൾ തോമാസേട്ടാ ഇതിങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ സ്ഥലം തരാം. അങ്ങനെ തോമാസേട്ടൻ ഇതിലേക്ക് വന്നതാണ്. അതിൻ്റെ കൂടെ ജോണി നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. ആ സപ്പോർട്ടാണ് നമ്മളെ മുന്നിലേക്ക് നയിച്ചത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ തോമാസേട്ടൻ എടുത്ത കാലുകൾ ഞാൻ പറഞ്ഞു, ഒന്നും രഹസ്യം വേണ്ട, പരസ്യമായിട്ട് തന്നെ നമുക്കിത് മുന്നോട്ട് പോയാൽ മതി. ഇതിലൊരു അഴിമതിയില്ല. എത്രയോ പേര് എതിർക്കണു. എന്താ കാര്യം? നമ്മുടെ ആൾക്കാർ തന്നെ നമ്മളെ എതിർക്കേണ്ട വല്ല കാര്യമുണ്ട്. എങ്കിലും ഇവരൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇവരെല്ലാവരും നമ്മുടെ കൂടെ വരും. കാരണം എന്നോട് വ്യക്തിപരമായിട്ട് ആർക്കും ഒരു ദേഷ്യമില്ല. അപ്പോൾ ഇവരെല്ലാവരും ഇവിടെയൊക്കെ മനോഹരമാക്കണം. ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചൊരിക്കുന്നു. അതെ, ഈ റോഡ് നാമകരണത്തിനായിട്ട് നമ്മുടെ ക്ഷണപ്രകാരം വന്ന റോയ് സെബാസ്റ്റ്യന്, വൈസ് പ്രസിഡന്റ് തൊറൂർ പഞ്ചായത്തിലെ, അദ്ദേഹത്തിനും പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ നമ്മുടെ ഈ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന PA തോമസേട്ടന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുകൂടാതെ തന്നെ സ്വാഗതം പറഞ്ഞ ജോണി കുറിയാക്കോസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൺവീനർ ആരായി ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അപ്പച്ചൻ പടയാട്ടിൽ, ട്രഷറർ സെബാസ്റ്റ്യൻ പടയാട്ടിൽ, ജിസ് ജോർജ്, ഡെന്നി പോൾ, സാബു സി പടയാട്ടിൽ, പ്രിൻസൺ പോൾ, ജോർജ് ജോസഫ്, PV പോളി, അതുകൂടാതെ ഇതിൽ പങ്കെടുത്ത എല്ലാ പടയാട്ടിൽ അംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുക. വെറുതെ പറഞ്ഞിട്ടേക്കാണ് ഗെയിം പൈപ്പ്
ഗെയിൻ പൈപ്പും ഇതും തമ്മിൽ. അപ്പോൾ ഗെയിൻ പൈപ്പ് നമ്മുടെ ഇത് കൂട്ടാൻ നമുക്കേ ഈ വഴിയാണ് തെളിച്ചിടണമല്ലോ. വഴി തെളിക്കാൻ നമുക്ക് രണ്ടാളെ നിർത്തിയാൽ പോരെ? രണ്ട് തച്ച് കൊടുത്താൽ തരുമോ?